നമസ്കാരം. അപ്പം ഞാൻ ചെറിയൊരു കാര്യം പറയാനായിട്ട് വന്നായിരുന്നേ. എന്താണെന്നറിയാം, നമ്മളെല്ലാവർക്കും തന്നെ തീപ്പൊള്ളലേക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയതായിട്ടെങ്കിലും ഒരു പൊള്ളലേക്കാറുണ്ട്. അപ്പം നമ്മൾ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എന്താണ്? നമ്മുടെയൊക്കെ അമ്മമാർ പറഞ്ഞവർ ഓടിപ്പോയിട്ട് കുറച്ച് പേസ്റ്റ് എടുത്ത് കയ്യിൽ തേക്കുക, അല്ലെങ്കിൽ കുറച്ച് തേൻ തേക്കുക, മഷി വരട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു മണ്ടത്തരം നമ്മൾ ചെയ്യാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാവോ? അപ്പൊ നമ്മൾ തീപ്പൊള്ളലേറ്റാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗത്തിൽ എവിടെയെങ്കിലും പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നല്ല ഒഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, തണുത്ത വെള്ളത്തിൽ നിന്ന് ഐസ് വാട്ടർ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒഴുകുന്ന വെള്ളം, പൈപ്പിന്റെ ചോട്ടിലാണെങ്കിലും നമ്മൾ കൈ കൊണ്ട് വയ്ക്കുക. ഒരു 10-15-20 മിനിറ്റ് നല്ല രീതിയിൽ ആ വെള്ളം, കാരണം ആ ഒരു തണുത്ത വെള്ളം നമ്മുടെ കയ്യിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൊള്ളലിന്റെ ആഴം കുറയാനും വേദന കുറയാനും ഒക്കെ വളരെ സഹായിക്കും. മറിച്ച് നമ്മൾ പേസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പേസ്റ്റിലുള്ള രാസവസ്തുക്കളെല്ലാം നമ്മുടെ ശരീരത്തിൽ ആ ഒരു പൊള്ളിയ ഭാഗത്ത് പറ്റിക്കഴിഞ്ഞാൽ നീറ്റലും വേദനയും കൂടാനും സാധ്യതയുണ്ട്. അണുബാധ, പഴുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ തന്നെ, അതുപോലെ തന്നെ പൈപ്പ് തുറന്നു വയ്ക്കുകയോ അല്ലാണ്ടുള്ള വെള്ളത്തിലോ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റോളം നമ്മൾ വാഷ് ചെയ്യണം. അപ്പം നമ്മുടെ ആ പൊള്ളലിന്റെ ആഘാതം കുറയും, വേദനയും കുറഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് കൈ കവർ ചെയ്യുക, അല്ലെ എവിടെയാണോ പൊള്ളിയത് ആ ഭാഗം കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോവുക. പിന്നെ നമുക്ക് ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കേസുകൾ ഇല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ പൊള്ളലിനൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത്, എന്തായാലും കൈ വാഷ് ചെയ്യണം. നമ്മൾ കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലേ ചെയ്യേണ്ടത് നമ്മൾ നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഐസ് വാട്ടർ ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ഈ നമ്മുടെ അമ്മമാരൊക്കെ പറയുന്ന പോലെ കാപ്പിപ്പൊടി, തേന്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫസ്റ്റ് അപ്ലൈ ചെയ്യാതെ ഇങ്ങനെ വെള്ളം തന്നെ ഒഴിച്ച് വാഷ് ചെയ്യുക. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒറിജിനൽ കറ്റാർ വാഴ ഉണ്ടല്ലോ, നമ്മൾ കെമിക്കൽ ചേർന്ന ബോട്ടിലുകൾ വാങ്ങുന്നതല്ല, നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ച് അത് കട്ട് ചെയ്ത് അതിനകത്തെ ജെല്ല് നമ്മുടെ കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ ആ പൊള്ളലും മാറും. അതേപോലെ തന്നെ ആ പൊള്ളലിന് ശേഷം ഉണ്ടാകുന്ന ആ പാട് അങ്ങനെ തന്നെ ഉണ്ടാവില്ല. ഒരു കരുവാളിപ്പ് പോലും ഇല്ലാതെ ആ ഫുള്ളായിട്ടുള്ള ആ ഒരു പാട് നമ്മുടെ കയ്യിൽ അല്ലെ ശരീരത്തിൽ എവിടെയാണോ പൊള്ളിയത് അവിടുന്ന് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.